ഓണക്കാലത്തും ശമ്പളം നിഷേധിച്ചുകൊണ്ട് തുടരുന്ന ക്രൂരത അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം പത്രത്തിലാണ്. ഏറെ നാളായി ജീവനക്കാർ സമരത്തിലാണ്. ഇപ്പോഴവരുടെ സമരം അതിൻ്റെ മൂർധന്യതയിൽ. അവിടേക്ക് തന്നെ നമ്മൾ പോകുന്നു. അതിലേക്ക് തത്സമയം കെ.എൻ. ഗോപിനാഥ് ഒരു ധാരണയുണ്ട്. ഇവർ 186 പേരേ ഉള്ളൂ. ഇവർ കുറെ കഴിയുമ്പോൾ ഈ കൂക്കുവിളിയും മുദ്രാവാക്യം വിളിയൊക്കെ അവസാനിപ്പിച്ച് പഞ്ചപുച്ഛം അടക്കി എവിടെയെങ്കിലും പൊക്കോളും എന്നൊരു അടിസ്ഥാനത്തിൽ ഒരു ധാരണയുണ്ടെന്നുണ്ടെങ്കിൽ, ഓൺലൈനിലാണ് നിങ്ങൾ വേറെ പത്രം ഇറക്കുമെന്നുണ്ടെങ്കിൽ ആ ഓൺലൈൻ അടക്കമിടക്കുന്ന പത്രത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവൻ പ്രശ്നമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് പണിയെടുത്ത തൊഴിലാളിക്ക് കൂലി കിട്ടാതെ മാധ്യമ മാനേജ്മെന്റിന്റെ ഒരു അഭ്യാസവും അവർ പല വിധത്തിലുള്ള വരുമാനം ഉണ്ടാക്കുന്നതിന് ഒരുപാട് മാർഗങ്ങൾ ഇവിടെ ആലോചിക്കുന്നുണ്ട്. ഇവിടുത്തെ നേതാക്കന്മാർ അത് പറയും. ഒരുപാട് മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഒരുപാട് പരസ്യ കമ്പനികളുടെ സഹായത്തോടുകൂടി ലുലു മാളിൽ പോയി ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടി നടത്തുക, വേറെ സ്ഥലത്ത് പോയി വേറെ പരിപാടി നടത്തുക. ഒരു പരിപാടിയും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം ഒരു പരിപാടിയും അങ്ങനെ ഈ തൊഴിലാളികളെ കരിവേപ്പിലാക്കിക്കൊണ്ട് അവരുടെ ചോര ഒടിച്ചുകൊണ്ട് മാധ്യമ പത്രം ഇവിടെ ബിൽഡ് ചെയ്ത് പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നടപ്പാവില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിർഭാഗ്യവശാൽ ഇന്ന് മാധ്യമത്തിൽ ഓണസദ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ്, ഓണാഘോഷ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ തൊഴിലാളികളുടെ വർഗബോധത്തെ സംബന്ധിച്ച് അതിൽ പങ്കെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പേര് വിളിക്കുന്നത് വേറെ പേരാ. ഞാനിപ്പോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ വന്ന് വിഷയം വഷളാക്കി അവസാനം ഞങ്ങളിത് പരിഹരിക്കാനും ഒക്കെ തയ്യാറായിരുന്നു എന്നുള്ള നിലയിൽ വന്നിട്ട് അതിനൊരു സാഹചര്യം അടഞ്ഞു കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേറെ പദപ്രയോഗത്തിലേക്ക് പോകുന്നില്ല. മര്യാദ കെട്ട നടപടിയാണ്. മാനേജ്മെന്റ് ഓണാവകാശം ബഹിഷ്കരിച്ച് ഈ സമരപന്തലിലേക്ക് വരികയല്ലേ യഥാർത്ഥത്തിൽ അവിടുത്തെ മറ്റ് ജീവനക്കാരായിട്ടുള്ളവർ ചെയ്യുന്നത്. അവർക്കിപ്പോ കൂലി കിട്ടുന്നുണ്ടാവാം, കുറഞ്ഞ കൂലിയാണെങ്കിലും ഉണ്ടാവാം. അങ്ങനെ എല്ലാവരെയും തൊഴിലാളി വിരുദ്ധന്മാരാക്കി മാറ്റിക്കൊണ്ട് തൊഴിലാളികൾക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരു ആധുനിക മാനേജ്മെന്റ് പോലും തയ്യാറാകാത്ത വിധത്തിലേക്കുള്ള വളരെ മ്ലേച്ഛമായ ക്രൂരമായ നടപടികളാണ് മാധ്യമ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത മാനേജ്മെന്റ് അല്ല. ആ മാനേജ്മെന്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സിഇഒയിലൊക്കെ വലിയ രൂപത്തിലിരിക്കുന്ന ചെയർമാൻമാർ അമീറിനെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള വ്യക്തികളുമാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേക സന്ദേശമുണ്ട്. അവർ പ്രതിനിധാനം ചെയ്യുന്ന മതമോ അവർ പ്രതിനിധാനം ചെയ്യുന്ന ആശയമോ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് കൂലി കൊടുക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? അന്യായത്തിനെതിരെ നാവ് തുറന്ന് ഞങ്ങൾ അന്യായത്തിനെതിരെ നാവ് തുറക്കും, ശബ്ദിക്കും, ആര് തടഞ്ഞാലും ശബ്ദിക്കുമെന്നുള്ളൊരു പത്രധർമ്മം നടത്തുന്നവർക്ക് സ്വന്തം ജീവനക്കാർക്ക് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത വിധത്തിലേക്ക് ആക്കിയിട്ട് എന്ത് മാന്യതയാണ് യഥാർത്ഥത്തിൽ ആ പത്രത്തിലുള്ളത്? അതുകൊണ്ട് അത് ഗൗരവത്തോടുകൂടി പരിശോധിക്കാൻ എല്ലാവരും തയ്യാറാവണം. ഇവിടെ ഇന്നത്തെ സമരം കഴിഞ്ഞാൽ, ഈ പട്ടിണിപ്പാച്ചിൽ കഴിഞ്ഞാൽ, ഈ സമരം കഴിഞ്ഞാൽ സെപ്റ്റംബർ 3-ാം തീയതി മുതൽ അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഈ കൂലി കുടിശ്ശിക തീർത്ത് കിട്ടുന്നത് വരെ എന്നാലേ ആ സമരം അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് കണക്കാക്കിക്കൊണ്ട് അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ്. അതിന്റെ അടുത്ത ഘട്ടമായി പണിമുടക്കിലേക്ക് പോകേണ്ടി വന്നാൽ, പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പണിമുടക്കിലേക്ക് പോകും. നിയമപരമായിട്ടുള്ള ഏത് സാധ്യതയും തേടിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വഴികൾ തേടും. നിയമപരമായ വഴി തേടുക മാത്രമല്ല, പ്രായോഗികമായി തൊഴിലാളികളെയും രാജ്യത്തെ എല്ലാ വിഭാഗം ജനാധിപത്യ വിശ്വാസികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിശക്തിയായിട്ടുള്ള പ്രക്ഷോഭ സമരം കോഴിക്കോട് മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുമെന്ന് കൂടി ഇന്ന് രാവിലെ കൂടി ആലോചിച്ച സമരസമിതിയുടെ നിർദ്ദേശം എന്നുള്ള നിലയിൽ അതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പട്ടിണിപ്പാച്ചിൽ ഇന്നിവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചെന്ന് വാക്കുകൾ വിസ്മരിക്കുന്നു. അഭിവാദനം. തീർച്ചയായും വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ മുഹമ്മദ് നബിയുടെ നബിദിനം കൂടിയാണെന്ന്. താലിബാനിൽ വരെ വിസ്മയം കണ്ട് രാജ്യത്ത് വലിയ അനീതിയുണ്ട് എന്ന് പറയുകയും അതൊക്കെ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മാനേജ്മെൻറ്റും. പക്ഷേ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള മാധ്യമപ്രവർത്തകർക്ക് ഓണത്തിന് പോലും ശമ്പളം നൽകുന്നില്ല. അതിൻ്റെ പേരിൽ അവർക്ക് പട്ടിണി സമരം നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിലെ വൈരുദ്ധ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഉയർത്തിയത്. മാധ്യമപ്രവർത്തകർക്ക് ജീവിക്കാനുള്ള അവകാശം എങ്കിലും നൽകണം. ഈ വർഗവഞ്ചകരുടെ കാര്യം കൂടി അവിടെ സൂചിപ്പിച്ചു. അതിലേക്കൊക്കെ നമുക്ക് പോകാം. ലതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ലതീഷ്, ഒരു വിഭാഗത്തെ അടർത്തിയെടുത്തു. ഈ ഭൂരിപക്ഷം ജീവനക്കാർക്കും ഏറെ നാളുകളായി ശമ്പളമില്ല മാധ്യമ പത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രത്തിൽ. ഇനിയാകട്ടെ ചിലരെ അതിൽ നിന്ന് അടർത്തിയെടുത്തുനിന്ന് ഓണാഘോഷം നടത്തുന്നു. എത്ര ക്രൂരമായ മനോഭാവമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മാനേജ്മെൻറ്റിന്. അതും ഇന്ന് നബിദിനം കൂടിയാണ്. വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് അവൻ്റെ കൂലി കൊടുക്കണം എന്ന് പറഞ്ഞ
മുഹമ്മദ് നബിയെ ഉദ്ധരിക്കുന്നവരാണ് എല്ലാ കാര്യത്തിലും ജമാഅത്തെ ഇസ്ലാമി. തന്നെയാണ് സമരം ഉദ്ഘാടനം ചെയ്ത CITU നേതാവ് KN ഗോപിനാഥ് എടുത്തു പറഞ്ഞത്. മാധ്യമ മാനേജ്മെന്റിന്റെ ധിക്കാര നടപടിക്കെതിരെയാണ്, തൊഴിൽ നിഷേധത്തിനും അതേപോലെ തന്നെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെയാണ് ഇത്തരത്തിൽ ഉത്രാടം നാളിൽ ഇത്തരമൊരു ധർണ ഈ ജീവനക്കാർക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ധർണ നടക്കുന്നത്. എല്ലാ ട്രേഡ് യൂണിയനുകളും ഈ മാധ്യമം പത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ശമ്പള നിഷേധവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു സംയുക്ത സമരസമിതി ഉണ്ടാക്കിയിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയെ കണ്ട് ഈ മാനേജ്മെന്റ് പ്രതിനിധികളും ഈ സമരസമിതിയും അതേപോലെ തന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തി. 8ാം മാസത്തിലേക്ക് ശമ്പള കുടിശ്ശിക കടന്നതോടെയാണ് ഇത്തരം ഒരു ചർച്ചയ്ക്കെങ്കിലും മാധ്യമ മാനേജ്മെന്റ് തയ്യാറായത്. എന്നാൽ ഒരു 2 മാസത്തെ അല്ലെങ്കിൽ 3 മാസത്തെ ശമ്പളമെങ്കിലും ഓണത്തിന് മുമ്പ് നൽകണം എന്ന ഒരു ഡിമാൻഡും ആണ് നിലവിൽ സമരസമിതി ജീവനക്കാർക്കായി മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിന് മാനേജ്മെന്റ് തയ്യാറായില്ല. 10,000 രൂപ മാത്രം നൽകാം എന്ന ഒരു നിലപാടിൽ അവർ ഉറച്ചു നിന്നു. മാനേജ്മെന്റ് പ്രതിനിധികൾ വീണ്ടും മാനേജ്മെന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായി സംസാരിക്കാൻ ചർച്ചയിൽ നിന്ന് ഒരു സമയമെടുത്ത് അവർ സംസാരിച്ചെങ്കിലും 10,000 രൂപ മാത്രമേ നൽകാനാവൂ എന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നു. ഇതോടെയാണ് ഇന്നലെ നടന്ന ആ ഒരു ചർച്ച പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതോടുകൂടിയാണ് ഉത്രാടം ദിനമായ ഇന്ന് നബിദിനം കൂടിയാണ് എന്ന് ജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചു. ഇന്ന് ഇത്തരത്തിലൊരു സമരം വളരെ പെട്ടെന്ന് കോഴിക്കോട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സെപ്റ്റംബർ 3 മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് സംയുക്ത സമരസമിതി ഇപ്പോൾ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ KN ഗോപിനാഥ് വ്യക്തമാക്കുകയുണ്ടായി. മാധ്യമം മാനേജ്മെന്റിന്റേത് പരിഹാസ്യമായ നിലപാടാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടിശ്ശിക ഘട്ടം ഘട്ടമായെങ്കിലും കൊടുക്കണം. അപരിഷ്കൃതമായ നടപടിയാണ് മാനേജ്മെന്റ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ പട്ടിണി സമരം മാത്രം മതിയാവില്ല. തൊഴിലാളികളെ കറിവേപ്പിലയാക്കി മുന്നോട്ട് പോകാൻ മാനേജ്മെന്റിനെ അനുവദിക്കില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ഘാടനത്തിൽ KN ഗോപിനാഥ് വ്യക്തമാക്കിയത്. വിവിധ ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള നേതാക്കളും ഈ സംയുക്ത സമരസമിതി നടത്തുന്ന ധർണയിൽ തുടർന്ന് സംസാരിക്കും. അജിംഷാദ്. ശരി ലതീഷ്, എന്തായാലും താലിബാനിൽ വിസ്മയം കണ്ടവർക്ക് സ്വന്തം ജീവനക്കാർക്ക് അവരുടെ വിശപ്പിൻ്റെ വിളി കേൾക്കാനാകുന്നില്ല എന്നുള്ളതാണ്. നാട് മുഴുവൻ നന്നാക്കാൻ വിവിധ പ്രസ്ഥാനങ്ങളിലെ അസമത്വങ്ങളൊക്കെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയിരിക്കുന്ന മാധ്യമം പത്രം അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി മാനേജ്മെൻറ്റ് അവർ സ്വന്തം ജീവനക്കാരോട് നീതി പുലർത്തുന്നില്ല എന്ന ക്രൂരമായ യാഥാർത്ഥ്യമാണ് അവിടെ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടിണി സമരത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം പത്രത്തിലെ ജീവനക്കാർ. വിവരങ്ങളാണ് ലതീഷ് നൽകിയത്.